ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ഓൾസോ എന്നതിനെ കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ടു മച്ച് എന്നൊക്കെ എടുത്തിരുന്നു. അപ്പം അതും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പഠിക്കണം. ഓൾസോയുടെ കൂടെ ചേർത്ത് വെച്ച് പഠിക്കാൻ പറ്റും നമുക്ക് ടു എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് ടു മച്ച്, ടു മെനി ഇതെന്തിനു ഉപയോഗിക്കുന്നു എന്ന് കൂടി പഠിക്കുക. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓൾസോയാണ്. ഇതെല്ലാം എന്താണ്? കണക്റ്റിംഗ് വേർഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് സെന്റൻസുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് മേക്കിംഗ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്. മലയാളം ക്വസ്റ്റ്യൻസ് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് മാറ്റാം എന്നുള്ളത് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓൾസോ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. ഓൾസോയുടെ അർത്ഥം നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അതായത് ഓൾസോയുടെ കൃത്യമായിട്ടും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതുകൂടാതെ, അതല്ലെങ്കിൽ അതിൻ്റെ പുറമെ, അതും കൂടാതെ അതിൻ്റെ പുറമെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാൻ. പിന്നെ നമുക്ക് പറയാം കൂടാതെ എന്ന അർത്ഥവുമുണ്ട്. പല രീതിയിലുള്ള അർത്ഥമുണ്ട്. പിന്നെയുണ്ട് ഇപ്പോൾ ഞാൻ പറയാണ് ഞാനും അവൻ്റെ കൂടെ പോയി, ഞാനും പോയി, അവളും പോയി, ഞാനും കൂടെ പോയി. ഇങ്ങനെയൊക്കെ പറയാൻ പല അർത്ഥങ്ങൾക്ക് നമുക്ക് ഓൾസോ ഉപയോഗിക്കാം. അതായത് നമ്മൾ മലയാളം സംസാരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഓൾസോയെ ചേർത്ത് വെച്ച് പറയാം. അതായത് എനിക്ക് കാറുമുണ്ട്, അതേപോലെ തന്നെ ഒരു ബൈക്കും ഉണ്ട്, ഓൾസോ ചേർക്കാം. അവളും പോയി, ഞാനും പോയി, ഓൾസോ ചേർക്കാം. അതേപോലെ തന്നെ നീയും മടുത്തു, ഞാനും മടുത്തു. ഇങ്ങനത്തെ സെന്റൻസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾസോ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ, അതല്ലെങ്കിൽ അതും കൂടി, മാത്രമല്ല, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാനും, പിന്നെന്താണ്, നിങ്ങളും പോയി, ഞാനും പോയി, കാറുമുണ്ട്, ജീപ്പുമുണ്ട്, പിന്നെ എന്താണ്, മലയാളവും ബുദ്ധിമുട്ടാണ്, ഇംഗ്ലീഷും ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനത്തെ സെന്റൻസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾസോ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സെന്റൻസിലോട്ട് പോകാം. മൈ മോം ഈസ് ഓൾസോ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ, മൈ മോം ഈസ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈ മോം ഈസ് ഓൾസോ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ അമ്മയും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ദേ ആർ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ കളിക്കുകയാണ്. ദേ ആർ ഓൾസോ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ അവരും കളിക്കുകയാണ്. ദേ ആർ ഓൾസോ പ്ലേയിങ്, അവരും കളിക്കുകയാണ്. ഇനി ഷീ ഈസ് റീഡിങ്, അവൾ റീഡ് ചെയ്യാണ്, വായിക്കുകയാണ്. ഷീ ഈസ് ഓൾസോ റീഡിങ് എന്ന് പറഞ്ഞാൽ അവളും വായിക്കുകയാണ്. നെക്സ്റ്റ് സെന്റൻസിലാണെങ്കിൽ ഷീ വെന്റ്, അവൾ പോയി. ഷീ ഓൾസോ വെന്റ്, അവളും പോയി എന്നാണ്. അതേപോലെ തന്നെ ഹി റോഡ്, അവൻ എഴുതി. ഇനി അവനും എഴുതി എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയണം? ഹി ഓൾസോ റോഡ്, അവനും, ഹി ഓൾസോ റോഡ്, അവനും എഴുതി. പിന്നെ ഐ ഹാവ് വിസിറ്റഡ് ബോംബെ, ഐ ഹാവ് വിസിറ്റഡ് ബോംബെ, ഞാൻ ബോംബെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ഓൾസോ വിസിറ്റഡ് ബോംബെ എന്ന് പറഞ്ഞാൽ ഞാൻ ബോംബെയും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ഓൾസോ വിസിറ്റഡ് ബോംബെ എന്ന് പറഞ്ഞാൽ ഞാൻ ബോംബെയിലും പോയിട്ടുണ്ട്, വേറെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അപ്പൊ ഐ ഹാവ് ഓൾസോ വിസിറ്റഡ് ബോംബെ എന്ന് പറഞ്ഞാൽ ഞാൻ ബോംബെയും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഷീ ഹാവ് ഓൾസോ വിസിറ്റഡ് ദുബായ് എന്ന് പറഞ്ഞാൽ ദുബായും അവള് പോയിട്ടുണ്ട്. ഷീ ഹാസ് ഓൾസോ വിസിറ്റഡ്, ഷീ ഹാസ് ഓൾസോ വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ അവളും പോയിട്ടുണ്ട്. ഹാവല്ലേ, ഷീ ഹാസ് ഓൾസോ വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ അവളും. അപ്പൊ നിങ്ങൾ ഓൾസോ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അതേപോലെ ഐ എം ഓൾസോ ടയേർഡ് എന്ന് പറഞ്ഞാൽ ഞാനും, ഐ എം ഓൾസോ ടയേർഡ്, ഞാനും വെരി ടയേർഡ്, ഭയങ്കരമായിട്ട് മടുത്തു, ഞാനും ഐ എം ഓൾസോ ടയേർഡ്. അപ്പൊ എന്തിനാണ് ഓൾസോ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. വളരെയധികം എളുപ്പമുള്ള ഒരു കാര്യമാണ് ഓൾസോ എന്തിനാ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഓൾസോ എന്ന് പറഞ്ഞാൽ അത് കൂടാതെ, കൂടാതെ എന്നാണ് അർത്ഥം.
എന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഷീസ് മൈ ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവള് എൻ്റെ ടീച്ചറാണ്. ഓൾസോ ഷീസ് മൈ നെയ്ബർ, അവൾ എൻ്റെ നെയ്ബറും കൂടിയാണ്. അവൾ എൻ്റെ ടീച്ചറാണ്, അതുകൂടാതെ അവൾ എൻ്റെ എന്താണ്? അയൽക്കാരിയും കൂടിയാണ്. അപ്പൊ ഷീസ് മൈ ടീച്ചർ, ഓൾസോ ഷീസ് മൈ നൈബർ, അവൾ എൻ്റെ അയൽക്കാരിയും കൂടിയാണ്. അപ്പൊ രണ്ട് കാര്യമാണ് അവളിലുള്ള പ്രത്യേകത. ടീച്ചർ ആണെന്ന് മാത്രമല്ല, അവള് അയൽക്കാരിയും കൂടിയാണ്. അതേപോലെ ദേ ആർ ഓൾസോ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവരും ഡോക്ടേഴ്സ് ആണ്. ദേ ആർ ഓൾസോ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരും ഡോക്ടേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഓൾസോ എന്ന് പറഞ്ഞാൽ അത് കൂടാതെ അല്ലെങ്കിൽ കൂടാതെ, പിന്നെ അവരും ഇങ്ങനെ ഒരു ഇത് വരാൻ വേണ്ടി ഓൾസോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചേർത്ത് വെച്ച് അർത്ഥം കൂടുതൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഞാനും പോയിട്ടുണ്ട്, അവൾ ടീച്ചറാണ്, അത് മാത്രമല്ല അയൽക്കാരിയും കൂടിയാണ്. ഞാൻ ബോംബെയും പോയിട്ടുണ്ട്, അതേപോലെ ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനും പോയി, അവളും പോയി, ഓൾസോ. ഞാനും പോയി, അവളും പോയി, ഓൾസോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾസോ ഉപയോഗിക്കുന്നത്. എൻ്റെ പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പലരും ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്, എന്തിനാണ് നമ്മൾ ഈ ഓൾസോ ഉപയോഗിക്കുന്നതെന്ന്. കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും വളരെ സിമ്പിൾ ആണെന്ന്, ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് അറിയാതെ പോകുന്നുണ്ട്. അതാണ് നമുക്ക് പറ്റുന്നത്. ഓൾസോ വെച്ചിട്ട് ഇപ്പം നമുക്ക് ഒത്തിരി സെന്റൻസുകൾ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത 1-2 ആഴ്ചക്കുള്ളിൽ നമ്മുടെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ബാച്ച് തുടങ്ങുകയാണ്. ഞാൻ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സീറ്റ് ഇപ്പോൾ തന്നെ വിളിച്ച് ഉറപ്പിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ സംസാരിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ ട്രെയിനിങ്ങും ഉണ്ട്. ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല ദിവസങ്ങൾ ആശംസിക്കുകയാണ്. പുതുവർഷത്തിലെ 1 മാസം നമ്മുടെ കഴിയാൻ തുടങ്ങുകയാണ്. എല്ലാവരും പേരൻസിനെ സംബന്ധിച്ച് എല്ലാവരും കുട്ടികളുടെ പരീക്ഷയുടെ തിരക്കിലോട്ടൊക്കെ പോവുകയാണ്. അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ കുട്ടികൾക്ക് അധികം ടെൻഷൻ കൊടുക്കാതിരിക്കാം. സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സിന്റെ വക കുറെ ടെൻഷനുണ്ട്. കൂടാതെ നമ്മൾ പാരൻസും കൂടെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ ടെൻഷൻ ഒന്നും കൊടുക്കാതിരിക്കുക. കുട്ടികൾ നമ്മൾ എത്ര ടെൻഷൻ കൊടുത്താലും പഠിക്കുക നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ പാരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കുട്ടികളെ കൊണ്ട് പറ്റുന്നതേ അവർക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ എത്രമാത്രം രാവിലെ എഴുന്നേൽപ്പിച്ചാലും എന്തോരം വൈകുന്നേരം ഇരുത്തിയാലും ഒന്നും കുട്ടികൾക്ക് പഠിക്കാൻ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. IQ ലെവൽ പലർക്കും പല രീതിയിലായിരിക്കാം. അപ്പം ആ ഒരു ലെവലിലേ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ വെറുതെ സ്ട്രെയിൻ ഒന്നും കൊടുക്കണ്ട, കുട്ടികളെ ഫ്രീ ആയിട്ട് വിടുക, അവരെ പഠിക്കും. നമ്മൾ എത്ര അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താലും അവർ പഠിക്കും. അത്രയും +2, 10 എന്നൊക്കെ പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള കഴിവൊക്കെ ആയ കുട്ടികളാണ്, അവർ തന്നെ പഠിക്കും. മാതാപിതാക്കൾ അധികം സ്ട്രെയിനും ചെയ്യേണ്ട. പ്രത്യേകിച്ച് എസ്പെഷ്യലി അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളെ പ്രത്യേകം കരുതുക. അമ്മമാർ ഭയങ്കരമായിട്ട് കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. പഠിത്തത്തിൽ മാത്രമല്ല നല്ല നല്ല ഭക്ഷണം അല്ലേ അവർക്ക് കൊടുക്കുക, കളിക്കാനുള്ള ഒരു സമയം കൂടി കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിക്കാനുള്ള എന്ത് പരീക്ഷയാണെങ്കിൽ പോലും ഉടനെ നമ്മുടെ TV വീട്ടിൽ വേണ്ട, ഫോൺ വേണ്ട, അങ്ങനെയൊന്നുമുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാതെ സോഷ്യൽ മീഡിയയും കുട്ടികൾക്ക് കൊടുക്കുക. അതേപോലെ കളിക്കാനുള്ള സമയം, ഫ്രണ്ട്സിൻ്റെ കൂടെ ചെലവഴിക്കാനുള്ള സമയം ഒക്കെ കൊടുക്കുക. അവരുടെ മൈൻഡും ഫ്രീ ആവട്ടെ. എപ്പോഴും പരീക്ഷ മാത്രമല്ല, അവരുടെ മൈൻഡും ഫ്രീ ആവട്ടെ. പരീക്ഷ കഴിഞ്ഞും നമുക്ക് നമ്മുടെ കുട്ടികളെ വേണം, റിസൾട്ട് വന്നതിന് ശേഷവും നമുക്ക് നമ്മുടെ കുട്ടികൾ വേണം. അപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പരീക്ഷയല്ല, ജീവിതമാണ് മുന്നോട്ടുള്ളത്. ജീവിക്കാൻ ഒരുപാട് വഴികളുണ്ട്, പരീക്ഷ എന്നുള്ളത് മാത്രമല്ല എന്നുള്ളത്. അപ്പോൾ പേരൻസ് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളെ കരുതലോടെ വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വിളിക്കുക. അപ്പോൾ താങ്ക്